പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്ത പൊതുവായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: അഹമ്മദിയുള്ള പുരുഷൻ എന്തുപോലെ തൃപ്തിപ്പെടാതെ ഇരിക്കുന്നു? ഉത്തരം: മരണം പോലെ. ഹബക്കൂക്ക് 2:5. ക്വസ്റ്റ്യൻ: ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. എങ്ങനെ? ഉത്തരം: തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമന്നുകൊണ്ട്. ഗലാത്യർ 6:2. ക്വസ്റ്റ്യൻ: മൂഢൻ്റെ ചിരി കലത്തിൻ്റെ കീഴെ കത്തുന്ന എന്തിൻ്റെ പൊടുപൊടുപ്പ് പോലെ ആകുന്നു? ഉത്തരം: മുള്ളിൻ്റെ. സഭാപ്രസംഗി 7:6. ക്വസ്റ്റ്യൻ: ജീവനുള്ള ദൈവത്തിൻ്റെ നഗരം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം: സ്വർഗീയ യെരുശലേമിനെ. എബ്രായർ 12:22. ക്വസ്റ്റ്യൻ: എഫ്രയീമിൻ്റെ ബലം തിന്നുകളഞ്ഞത് ആര്? ഉത്തരം: അന്യജാതികൾ. ഹോശേയ 7:9. ക്വസ്റ്റ്യൻ: മിസ്പയിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തത് ആര്? ഉത്തരം: ശമൂവേൽ. 1 ശമൂവേൽ 7:6. ക്വസ്റ്റ്യൻ: വെള്ള നിലയങ്കി ധരിച്ച മഹാകഷ്ടത്തിൽ നിന്നു വന്നവർ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നത് എന്തിലാണ്? ഉത്തരം: കുഞ്ഞാടിൻ്റെ രക്തത്തിൽ. വെളിപ്പാട് 7:14. ക്വസ്റ്റ്യൻ: യഹോവേ, എൻ്റെ നീതിക്കും പരമാർത്ഥതയ്ക്കും തക്കവണ്ണം എന്നെ വിധിക്കണമേ എന്ന് പറഞ്ഞത് ആര്? ഉത്തരം: ദാവീദ്. സങ്കീർത്തനങ്ങൾ 7:8. ക്വസ്റ്റ്യൻ: വശീകരിക്കപ്പെടാതിരിപ്പാൻ ഏതിന്മേലുള്ള വെള്ളിയും പൊന്നും മോഹിച്ച് എടുത്തുകൊള്ളരുത് എന്നാണ് യഹോവ ഇസ്രായേല്യരോട് പറഞ്ഞത്? ഉത്തരം: ദേവപ്രതിമകൾ. ആവർത്തന പുസ്തകം 7:25. ക്വസ്റ്റ്യൻ: ജഡത്തിൻ്റെ ചിന്ത ആരോട് ശത്രുത്വം ആകുന്നു? ഉത്തരം: ദൈവത്തോട്. റോമർ 8:7. ക്വസ്റ്റ്യൻ: യേശു എഫദ എന്ന് പറഞ്ഞത് ആരെ സൗഖ്യമാക്കിയപ്പോൾ? ഉത്തരം: വിക്കനായൊരു ചെകിടനെ. മർക്കോസ് 7:33. ക്വസ്റ്റ്യൻ: ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത് ആര്? ഉത്തരം: അവിശ്വാസിയായ ഭർത്താവ്. 1 കൊരിന്ത്യർ 7:14. ക്വസ്റ്റ്യൻ: നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് എങ്ങനെയുള്ള മനുഷ്യരുടെ ഭോഷത്വം ഇല്ലാതാക്കണം? ഉത്തരം: ബുദ്ധിയില്ലാത്ത മനുഷ്യർ. 1 പത്രോസ് 2:15. ക്വസ്റ്റ്യൻ: നാം എന്ത് ആരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കലേക്ക് തിരിയണം? ഉത്തരം: നമ്മുടെ നടപ്പ്. വിലാപങ്ങൾ 3:40. ക്വസ്റ്റ്യൻ: ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ ആരിലേക്ക് വശീകരിച്ചു? ഉത്തരം: അന്യദേവന്മാരിലേക്ക്. 1 രാജാക്കന്മാർ 11:4. ക്വസ്റ്റ്യൻ: നിങ്ങൾ ചെയ്യുന്നത് ഒക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിന് എന്ന പോലെ എങ്ങനെ ചെയ്യണം? ഉത്തരം: മനസ്സോടെ. കൊലോസ്യർ 3:23. ക്വസ്റ്റ്യൻ: ദാനം ചെയ്യുന്നവൻ എങ്ങനെ ചെയ്യണം? ഉത്തരം: ഏകാഗ്രതയോടെ. റോമർ 12:8. ക്വസ്റ്റ്യൻ: ശലോമോൻ്റെ പല്ലക്കിന് ചുറ്റും ഇസ്രായേൽ വീരന്മാരിൽ എത്ര പേരുണ്ട്? ഉത്തരം: 60 വീരന്മാർ. ഉത്തമഗീതം 3:7. ക്വസ്റ്റ്യൻ: സാറ മരിച്ചത് എവിടെ വെച്ച്? ഉത്തരം: കനാൻ ദേശത്ത് ഹെബ്രോൻ എന്ന കിര്യത്ത് അർബയിൽ വെച്ച്. ഉൽപ്പത്തി 23:2.
ക്വസ്റ്റ്യൻ ഒഹോലിബ എന്നത് ആരാകുന്നു? ഉത്തരം യെരുശലേം. യെഹെസ്കേൽ 23:4. ക്വസ്റ്റ്യൻ രാജാവിൻ്റെ ഒരു കൽപ്പനയും നിത്യച്ചെലവ് വകയ്ക്ക് ഒരു നിയമവും ഉണ്ടായിരുന്നത് ആർക്ക്? ഉത്തരം സംഗീതക്കാർക്ക്. നെഹമ്യാവ് 11:23. ക്വസ്റ്റ്യൻ ശിംശോൻ കഴുതയുടെ താടിയെല്ല് എറിഞ്ഞു കളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേരെന്ത്? ഉത്തരം രാമത്ത് ലേഹി. ന്യായാധിപന്മാർ 15:17. ക്വസ്റ്റ്യൻ ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്ക എന്ന് പൗലോസ് പറഞ്ഞത് ആരോട്? ഉത്തരം തിമത്തിയോസിനോട്. 1 തിമത്തിയോസ് 4:13. ക്വസ്റ്റ്യൻ മരുഭൂമിയിലെ കാട്ടുകഴുതകളെ പോലെ ഇര തേടി വേലയ്ക്ക് പുറപ്പെടുന്നത് ആര്? ഉത്തരം ദേശത്തെ എളിയവർ. ഇയ്യോബ് 24:5. ക്വസ്റ്റ്യൻ ദുഷ്ടന്മാർ ശകാരിച്ച് എന്ത് സംസാരിക്കുന്നു? ഉത്തരം ധാർഷ്ട്യം. സങ്കീർത്തനങ്ങൾ 94:4. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ എന്തിന് വിരോധമായി പ്രശംസിക്കരുത്? ഉത്തരം സത്യത്തിനു വിരോധമായി. യാക്കോബ് 3:14. ക്വസ്റ്റ്യൻ ഭയത്തോടും വിറയലോടും കൂടെ എന്തിനായി പ്രവർത്തിപ്പാനാണ് പൗലോസ് ഫിലിപ്പ്യരോട് പറഞ്ഞത്? ഉത്തരം തങ്ങളുടെ രക്ഷയ്ക്കായി. ഫിലിപ്പ്യർ 2:12. ക്വസ്റ്റ്യൻ എന്ത് വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത് എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം വശീകരണ വാക്കുകൊണ്ട്. കൊലോസ്യർ 2:4. ക്വസ്റ്റ്യൻ ജാതികൾ വിശുദ്ധ നഗരത്തെ എത്ര മാസം ചവിട്ടും? ഉത്തരം 42 മാസം. വെളിപ്പാട് 11:2. ക്വസ്റ്റ്യൻ പൗലോസിൻ്റെ തെസലോനിക്കയിലെ ബുദ്ധിമുട്ട് തീർപ്പാൻ ധനം അയച്ചു കൊടുത്ത സഭ ഏത്? ഉത്തരം ഫിലിപ്പിയ സഭ. ഫിലിപ്പിയർ 4:16. താങ്ക്സ് ഫോർ വാച്ചിങ്.